മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അടൂരാണ്. അടൂർ എന്ന് പറയുന്നത് ഒരു ഫുഡ് നഗരിയാണ്. ഏത് സമയത്തും ഫുഡ് ഒരുങ്ങി നിൽക്കുന്ന ഒരു നാടാണ്. നൈറ്റ് ഏത് സമയത്ത് വന്നാലും ഇവിടെ വന്നാൽ ഫുഡ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളും ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളും എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. രാത്രിയിലും ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളുമാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ബൈപ്പാസിൻ്റെ ഒരു അറ്റം തൊട്ട് ഫുള്ള് അടൂർ കവർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഹോട്ടലിലും കയറി അവിടുത്തെ ഫുഡും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് കടകൾ മാത്രം കാണിച്ചു പോവുകയാണ്. രാത്രിത്തെ പോലെ തന്നെ ഒരുപാട് ഹോട്ടലുകൾ നമ്മളിവിടെ ഉണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല. രാത്രി മുള്ള മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കട ചിക്കിങ്സ്. സെക്കൻഡ് ആൻഡ് തേർഡ് ഏറ്റവും കൂടുതൽ ലൈറ്റ് ഇട്ട് കളർഫുൾ ആക്കിയിരിക്കുന്ന ഫിൽഫിൽ ആൻഡ് ഡയാന. ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ലൈറ്റ് അടിച്ചു തന്ന ഞങ്ങളുടെ ചേട്ടൻ. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ കട ബൈപ്പാസിൽ തന്നെ ഫിൽഫിലിനോട് ചേർന്ന് തന്നെയുള്ള ഒരു കടയാണ് ബൈപ്പാസ് റൈഡേഴ്സ് തട്ടുകട. ഒരു തട്ടുകടയ്ക്ക് ഒരു വെറൈറ്റി പേരിട്ടിരിക്കുകയാണ്, ബൈപ്പാസ് റൈഡേഴ്സ് തട്ടുകട. നമ്മുടെ അഞ്ചാമത്തെ റെസ്റ്റോറൻറ്റ് ഹൈവേ കിച്ചൺ. ലൈറ്റപ്പിൻ്റെ കാര്യത്തിലും ആംബിയൻസിൻ്റെ കാര്യത്തിലും ഒട്ടും പുറയിലല്ല. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളുമാണ് ഹൈവേസ് കിച്ചൺ. ലൈറ്റപ്പിൻ്റെ ആംബിയൻസിൻ്റെയും കാര്യത്തിൽ ഒട്ടും മോശമല്ലാത്ത നമ്മുടെ ഉപ്പും മുളകും എന്ന ആറാമത്തെ കട. ഞങ്ങളിവിടെ വന്നപ്പോൾ അവിടെ പാചകം ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ താളം തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. ടിക് 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 ടിക്. നിങ്ങൾ വണ്ടിയുടെ ശബ്ദം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ താളം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ ഏഴാമത്തെ കട AFC അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ. അപ്പം നമ്മുടെ എട്ടാമത്തെ തട്ടുകട മജ്ബൂസ്. അപ്പോൾ നമ്മുടെ ഒമ്പതാമത്തെ കട ഓലപ്പന്തൽ. ഇപ്പോൾ പത്താമത്തെ സാദിക്കിൻ്റെ തട്ടുകട. നമ്മുടെ 11ാമത്തെ കട കലിപ്പിൻ്റെ കാന്താരിക്കും കാന്താരിനും വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ കാന്താരി നാടൻ തട്ടുകട. ഈ വീഡിയോയിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻ്റ് ആണിത്. ഒരു ബസ്സിനെ തന്നെ റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയ പറക്കൻസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മുടെ 13ാമത്തെ റെസ്റ്റോറൻറ്റ് തബാൻ മന്തി. അപ്പോൾ നമ്മുടെ 14ാമത്തെ റെസ്റ്റോറൻറ്റ് പെപ്പിനോ. ഇനി 15ാമത്തെ നമ്മുടെ കടയിലേക്ക് ചെന്നപ്പോൾ അവിടെ കടയ്ക്ക് പേരിട്ടിട്ടില്ല. ഇനി പേരിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അവിടെ ബോർഡൊന്നും കണ്ടില്ല. അതുകൊണ്ട് 15ാമത്തെ കട ഈ കട. നമ്മൾ 16 തൊട്ട് 18 വരെ 3 തട്ടുകൾ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് കാണിക്കുകയാണ്. നമ്മുടെ 19ാമത്തെ റെസ്റ്റോറൻറ്റ് ക്രിസ്പി മീൽ. 20ാമത്തെ റെസ്റ്റോറൻറ്റ് വീരണം വടക്കട. 21ാമത്തേത് രാജധാനി റെസ്റ്റോറൻറ്റ്. എൻ്റെ കുഞ്ഞുനാളി മുതലുള്ളൊരു ഹോട്ടലാണ് രാജധാനി റെസ്റ്റോറൻറ്റ്. 22 ഹോട്ടൽ യമുന. 23 ചെന്നൈ ബിരിയാണി. ഇവിടെ ബിരിയാണി തൂക്കിയാണ് കൊടുക്കുന്നത്. 24ാമത്തെ ഹോട്ടൽ മലബാർ സ്റ്റോറീസ്. 25ാമത്തെ ഹോട്ടൽ ബിസ്മി. 26ാമത്തെ ഹോട്ടൽ ആര്യാസ്. 27ാമത്തെ ഹോട്ടൽ എമറാത്ത്. 28ാമത്തെ ഹോട്ടൽ ഫ്രൂട്ട് പ്ലാനറ്റ്. അപ്പോൾ നമ്മുടെ 30ാമത്തെ ഹോട്ടൽ എസൻ ഹോട്ടൽ. ഇനി നമ്മുടെ അമേരിക്കൻ അപ്പൂപ്പൻ്റെ കട KFC. അങ്ങനെ നമ്മുടെ അടൂരെ ഏറ്റവും വലിയ ഹോട്ടൽ വൈറ്റ് പോർട്ടിക്കോ. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിനകത്ത് ഒരുപാട് കടകൾ മിസ്സായിട്ടുണ്ട്. ഒരുപാട് കടകൾ നമുക്കിനി ഷൂട്ട് ചെയ്യാനുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 7:30 തൊട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. നിങ്ങൾ കാണുന്ന കുഞ്ഞു വീഡിയോ മാത്രമാണ്, പക്ഷേ അത് ഷൂട്ട് ചെയ്യാനെടുത്ത എഫർട്ട് വളരെ കൂടുതലാണ്. രാത്രി ഒരു 7:30 തൊട്ട് രാത്രി ഒരു 11:30-12 മണി വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്താണ് ഇത്രയും ഒരു വീഡിയോ ഞങ്ങൾ കവർ ചെയ്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ടൈം ലേറ്റ് ആയതുകൊണ്ട് പല കടകളും അടച്ചിരുന്നു. അതുകൊണ്ടാണ് ആ കടകളൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ടാറ്റാ. ബൈ ബൈ.